Hi everyone, Business Buzzന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് Meesho സെല്ലിങ്ങിനെ കുറിച്ചിട്ടാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇത് Meesho റീസെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. ഇത് Meesho സപ്ലയേഴ്സ് അല്ലെങ്കിൽ സെല്ലേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. തന്റെ കൈവശമുള്ള പ്രൊഡക്ട്സ് എല്ലാം സെല്ലേഴ്സ് ഈ ഒരു സപ്ലയർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിട്ടാണ് Meeshoയിൽ ലിസ്റ്റ് ചെയ്യുന്നതും ഓർഡേഴ്സ് വരുന്നതെല്ലാം ഡിസ്പാച്ച് ചെയ്യുന്നതുമെല്ലാം. അപ്പോൾ ഇത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. Meesho ലിസ്റ്റിംഗ് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അറിയാത്തവർക്ക് അത് കണ്ടു നോക്കാവുന്നതാണ്. നമ്മളൊരു പ്രൊഡക്റ്റ് സക്സസ്ഫുൾ ആയിട്ട് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ Meesho റീസെല്ലേഴ്സ് വഴിയോ അല്ലെങ്കിൽ Meeshoയുടെ തന്നെ ഡയറക്റ്റ് കസ്റ്റമേഴ്സോ നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞാൻ ഓൾറെഡി supplier.meesho.com എന്ന ഈ ഒരു വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ടുണ്ട്. Meesho വഴി നമുക്ക് പുതിയതായിട്ടൊരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ നമ്മളത് അറിയുന്നത് ഇമെയിലിലൂടെയാണ്. അല്ലാതെ Meeshoയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു സപ്ലയർ ആപ്പോ അല്ലെങ്കിൽ സെല്ലർ ആപ്പോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ Meeshoയിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഇമെയിൽ ID ഏതാണെങ്കിലും അത് നിങ്ങൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പുതുതായിട്ട് നമുക്കൊരു ഓർഡർ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീനിൽ കാണുന്ന പോലെയാണ് നമുക്ക് മെയിൽ വരുന്നത്. യു ഹാവ് റിസീവ്ഡ് എ ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമറിൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും മെയിൻ സബ്ജക്റ്റിൽ തന്നെ. അപ്പോൾ മെയിൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഓർഡർ ID കാണാൻ പറ്റും. അതുപോലെ തന്നെ കസ്റ്റമറിൻ്റെ ഷിപ്പിംഗ് അഡ്രസ്സും താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എങ്ങോട്ട് അയക്കേണ്ട, ഏത് സ്റ്റേറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഓർഡർ ആണെന്നുള്ളത്. ഇതേ മെയിലിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പർച്ചേസ് ഓർഡർ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഏത് പ്രൊഡക്റ്റാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്, അതിൻ്റെ GST റേറ്റ് എത്രയാണ് വരുന്നത്, IGST CGST എത്രയാണ് വരുന്നത് എന്നുള്ളത് കാണിക്കും. അതുപോലെ തന്നെ ഷിപ്പിംഗ് ചാർജ് എത്രയാണ് ഈടാക്കുന്നത് എന്നുള്ളതും കാണിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് Meeshoയിൽ ഈ ഒരു ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓർഡേഴ്സ് എന്ന ഓപ്ഷൻ എടുക്കാം. ഓർഡേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കിനി പെൻഡിങ് ഉള്ള ഓർഡർ ഏതാണ് പ്രോസസ്സ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ അതവിടെ കാണിക്കും. പെൻഡിങ് എന്നുള്ള ഓപ്ഷൻ എടുത്താൽ മതി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണുന്ന പോലെ തന്നെ അക്സെപ്റ്റ് ഓർഡർ, ക്യാൻസൽ ഓർഡർ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് കാണാം താഴെ. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഓർഡർ നമുക്ക് ഒന്നല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാം. നമ്മുടെ കയ്യിലിപ്പോൾ സ്റ്റോക്ക് ഇല്ല പ്രൊഡക്റ്റ് എന്നാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാൻസൽ ചെയ്യാം. ക്യാൻസലേഷൻ ചാർജസ് നമ്മുടെ അടുത്തുനിന്ന് Meesho ഈടാക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് മുകളിൽ കാണുന്ന ഓപ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ SKU വെച്ചിട്ടോ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ID വെച്ചിട്ടൊക്കെ നമുക്ക് ഓർഡേഴ്സ് ട്രാക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഓപ്ഷൻസ് ആണ് ഈ മുകളിൽ ഫിൽറ്റർ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഇൻവെൻട്രിയിൽ നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഇമേജിൻ്റെ മുകളിൽ ഇതേപോലെ വൈറ്റിൽ ഒരു ID കിടക്കുന്നത് കാണാം. അതാണ് Meesho ID എന്ന് പറയുന്നത്. Meesho പ്രൊഡക്റ്റ് ID എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു നമ്പറാണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡേഴ്സ് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്നത് ഫസ്റ്റ് ഓർഡർ കിട്ടുമ്പോഴുള്ള കാര്യമാണ്. അപ്പോൾ ഫോർ ദ ടൈം ബീങ് നമുക്കത് അങ്ങനെ വിടാം. ഇനിയിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ താഴെ നിങ്ങൾക്ക് കാണാം കസ്റ്റമർ എക്സ്പെക്റ്റഡ് ഡിസ്പാച്ച് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് ഡിസ്പാച്ച് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ഓർഡർ അടിച്ചു കൊടുക്കാം. അക്സെപ്റ്റ് അടിക്കാം. അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കലി പെൻഡിങ്ങിൽ നിന്ന് ഈ ഒരു ഐറ്റം റെഡി ടു ഷിപ്പ് എന്ന ഈ ഒരു സ്റ്റേജിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു ഫ്യൂ സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് റീഫ്രഷ് ചെയ്യാം. അപ്പോൾ നമുക്ക് കാണുന്ന പോലെ തന്നെ റെഡി ടു ഷിപ്പിലേക്ക് ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ കാണാം ലേബൽ നോട്ട് ഡൗൺലോഡഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലേബൽ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ലേബൽ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ്. ലേബൽ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് Meeshoയുടെ ലേബൽ വരുന്നത്. മുകളിൽ താഴെ നമുക്ക് ഇതിൻ്റെ ടാക്സ് ഇൻവോയ്സും കാണാൻ വേണ്ടി പറ്റും. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം ഇത് രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നടുവിൽ ഫോൾഡ് ഹിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോട്ട് ലൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡോട്ട് ലൈൻ വെച്ചിട്ട് നിങ്ങളിത് ഫോൾഡ് ചെയ്തിട്ട് ഈ മുകളിൽ അഡ്രസ്സ് ഭാഗം ബാർകോഡുള്ള ഭാഗം കാണുന്ന രീതിയിൽ ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളുടെ ഓർഡേഴ്സ് നിങ്ങൾ പാക്ക് ചെയ്യുമ്പോൾ അത് പ്ലേസ് ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ കസ്റ്റമറിൻ്റെ നെയിമും കസ്റ്റമറിൻ്റെ അഡ്രസ്സ് COD ആണോ പ്രീപെയ്ഡ് ഓർഡർ ആണോ, എമൗണ്ട് കളക്ട് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ്, ഏത് കൊറിയർ സർവീസ് ആണ്, അതിൻ്റെ ബാർകോഡ് ഇതെല്ലാം ഈ ഒരു ഭാഗത്താണുള്ളത്. അപ്പോൾ അത് ഫേസ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങളിത് പ്ലേസ് ചെയ്യാനായിട്ട്.
ഈ ഒരു ലേബിൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇവിടെ മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. ഇല്ല ഡയറക്റ്റ് പ്രിന്റ് എടുക്കാനാണെന്നുണ്ടെങ്കിൽ പ്രിന്റ് ഐക്കൺ ഉപയോഗിച്ചിട്ട് ഡയറക്റ്റ് പ്രിന്റ് എടുക്കാം. അപ്പോൾ പൊതുവേ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുന്നുണ്ടാവും, മീഷോ ഓർഡേഴ്സ് വരുന്നത് ഇതുപോലെയുള്ള POD ജാക്കറ്റ്സ് ഉള്ള എൻവലപ്പ് പൗച്ചസിലാണ്. അപ്പോൾ POD എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൂഫ് ഓഫ് ഡെലിവറി എന്നാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് സ്ലോട്ടിലേക്ക് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ലേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫോൾഡ് ചെയ്ത് ബാർകോഡ്സ് ഫേസ് ചെയ്യുന്ന രീതിയിൽ ഇതിനകത്ത് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ബാഗിൽ നമ്മുടെ പ്രൊഡക്റ്റ് പ്ലേസ് ചെയ്ത് അത് സീൽ ചെയ്ത് റെഡി ടു ഷിപ്പ് എന്നുള്ള അവസ്ഥയിലാക്കി വെക്കുക. ലേബിൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓർഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് സെലക്റ്റഡ് ലേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത അതേ ലേബിൾ തന്നെയാണ്, അത് ഡൗൺലോഡ് ചെയ്യാനുള്ള മറ്റൊരു ഓപ്ഷൻ ആണെന്നുള്ളത് മാത്രം. ഇനി അടുത്തൊരു ഓപ്ഷൻ ഉള്ളതാണ് ഡൗൺലോഡ് മാനിഫെസ്റ്റ് എന്നുള്ളത്. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സെപ്പറേറ്റ് ഒരു ഫോൾഡറിലാക്കി സൂക്ഷിച്ചു വെക്കാം. ഇനി ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് പലരും ആദ്യമായിട്ട് കേൾക്കുന്നവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൊറിയർ എന്ന് പറഞ്ഞിട്ട് ഡെലിവറി എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏതൊരു കൊറിയർ സർവീസ് ഉപയോഗിച്ചിട്ടാണിത് ഡെലിവർ ചെയ്യപ്പെടുന്നതെന്ന് വെച്ചാൽ അവരുടെ കൊറിയർ നെയിം കൊടുത്തിട്ടുണ്ട്, സപ്ലയർ നെയിം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡേറ്റും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഓർഡറിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ലിസ്റ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇത്രയും ഐറ്റംസ്, ഈ ഒരു ഓർഡറിൽ അടങ്ങിയിട്ടുള്ള ഇത്രയും ഐറ്റംസ് നമ്മൾ ഇന്ന കൊറിയറിന് ഹാൻഡ് ഓവർ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫാണ്. അതാണ് ഈ ഒരു മാനിഫെസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ കൊറിയറിന് ഹാൻഡ് ഓവർ ചെയ്യുന്ന പാക്കേജിൻ്റെ അകത്തുള്ള കണ്ടൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി തിരിച്ച് നമ്മൾ മീഷോയുടെ വെബ്സൈറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവർ റെപ്രസെൻറ്റേറ്റീവ്സ് വന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഈ ഒരു പ്രൊഡക്റ്റ് പിക്ക് ചെയ്ത് കൊണ്ടുപോകല്ലോ. അതിനുശേഷം ഇത് സ്വാഭാവികമായിട്ടും അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഷിപ്ഡ് എന്നുള്ള ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതാണ്. അത് മൂവ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് 1 എന്ന് പറഞ്ഞ് കാണാം. അപ്പോൾ നമ്മുടെ ഓർഡർ ഡീറ്റെയിൽസും താഴെ കാണാനായിട്ട് പറ്റും. ഇൻ കേസ് നമുക്ക് കിട്ടിയൊരു ഓർഡർ ക്യാൻസലായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നോട്ടിഫിക്കേഷനും നമുക്ക് മെയിലായിട്ട് അറിയാൻ വേണ്ടി പറ്റും. മീഷോയിലെ ഓർഡേഴ്സ് പേജിൽ നമുക്കിവിടെ ക്യാൻസൽഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാലും അത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇതുവരെ നിങ്ങൾ ഷിപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഓർഡേഴ്സിൻ്റെയും ഇൻവോയ്സ് ഡൗൺലോഡ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷിപ്പ് ചെയ്തിട്ടുള്ള ഓർഡേഴ്സിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എക്സൽ ഷീറ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്നതാണ്. ഇവിടെ മിൻ ഡേറ്റിൽ സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം മാക്സ് ഡേറ്റിൽ എൻഡ് ഡേറ്റ് കൊടുക്കുക, അതിനുശേഷം ഇത് സബ്മിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. നിങ്ങളിൽ ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട് മീഷോ സപ്ലയർ ആവുന്നതിനെ കുറിച്ചിട്ടും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സിനെ കുറിച്ചിട്ടും. അവർ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്തു ഓർഡേഴ്സ് വരുന്നു എന്നറിയുന്നതിലെല്ലാം ഒരുപാട് സന്തോഷം. പുതിയ സെല്ലേഴ്സിനെ എൻകറേജ് ചെയ്യാനായിട്ട് മീഷോ പല പ്രൊഡക്റ്റ് കാറ്റഗറീസിനും 0% കമ്മീഷൻ റേറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ സെല്ലേഴ്സ് അത് മാക്സിമം ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങളുടെ പ്രൊഡക്ട്സിന് സ്യൂട്ടബിൾ ആവുന്നുണ്ടെങ്കിൽ മീഷോയിൽ സെൽ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.